ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് 2 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അധികം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു 3 മുട്ട ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ആണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ക്യാമറമാൻ ശരിയല്ലാത്തതുകൊണ്ട് അത്ര വലിയ ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. എല്ലാവരും ഒന്ന് കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഈ മാവ് ഈ വിധത്തിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചെടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിവിടെ ഒരു 3 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സമയമുള്ള കാരണം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോരോ ബോളുകളായിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നനഞ്ഞ തോർത്തൊന്നും കൂടെ അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കാൻ പോണത്. പിന്നെ അതേ എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ശേഷം അതേ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മേലൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇതെല്ലാം പിന്നെ അതേ ഓരോന്ന് എടുത്തിട്ട് പരത്തിയിട്ട് നമ്മൾ ചുടാൻ പോവാണ്. ഇട്ടെടുക്കുകയാണ്. ഓയിലൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് പൊറോട്ട തന്നെ ആയിരുന്നു കേട്ടോ. ചിക്കൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒരു 4 എണ്ണമൊക്കെ ചുട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.